ഹായ് ഓൾ! ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ഒരു ഗംഭീര കളിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയിൽ നമ്മുടെ സാംസൺ പിന്നെയും തിളങ്ങിയിരിക്കുകയാണ്. സാംസൺ 89 റൺസ് സ്കോർ ചെയ്തു ഇന്നത്തെ കളിയിൽ. സാംസണിൻ്റെ ഒരു ക്യാച്ച് മിസ്സായിരുന്നു. പക്ഷേ എങ്കിലും ആ ലൈഫ് കിട്ടിയതിൽ പിന്നെ സാംസൺ നല്ലപോലെ അടിക്കുകയായിരുന്നു. അടിച്ച് കളിച്ചു. ഇന്ത്യക്ക് വേണ്ടി നല്ലൊരു ജയം. വീണ്ടും ഒരു കോഹ്ലി, വിരാടിനെയൊക്കെ പോലെ ഒരു നല്ലൊരു തുടക്കം ഇന്ത്യക്ക് നേടിത്തന്നു. ഇന്ത്യ 253 റൺസ് എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തി. 7 വിക്കറ്റ് നഷ്ടത്തിൽ. സാംസന്റെ കൂടെ സഹായിക്കാനായി കൂടെ കിഷാൻ ഉണ്ടായിരുന്നു. ഇഷാൻ കിഷാൻ 39 റൺസ് എടുത്തു. ദുബൈ 43 റൺസ് എടുത്തു. പിന്നെ വാലറ്റത്ത് നിന്ന് ഫയറായി ഹർദിക്കും നമ്മുടെ തിലക് വർമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിംഗ് പെർഫോമൻസ് വളരെ കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. നല്ല ഗംഭീരമായ തുടക്കമാണ് സാംസൺ ടീമിന് വേണ്ടി നൽകിയത്. തുടർന്നും ആ ഒരു ഓളം അങ്ങോളം ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തു. അഭിഷേകിന് ഇന്ന് അത്രയ്ക്ക് ഒരു നല്ല ദിവസമായിരുന്നില്ല. അഭിഷേക് തുടക്കത്തിൽ തന്നെ 9 റൺസ് എടുത്ത് മടങ്ങി. ബാക്കി പക്ഷേ പുള്ളി ഫോം കണ്ടെത്താൻ നോക്കിയിരുന്നു. പക്ഷേ അതിനിടയിൽ വിക്കറ്റ് പോവുകയാണ് ഉണ്ടായത്. ഇംഗ്ലണ്ടിൻ്റെ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് വേണ്ടിയിട്ട് ബെത്തൽ 100 റൺസ് എടുത്തു, സെഞ്ചുറി നേടി. ബട്ട്ലർ 25 റൺസ് എടുത്തു. ജാക്സ് 35 റൺസ് എടുത്തു. ആ സെഞ്ചുറി ഇപ്പോൾ ഇന്ന് പാഴായിപ്പോയി. മാൻ ഓഫ് ദ മാച്ച് സഞ്ജു സാംസണാണ് ലഭിച്ചത്. അപ്പോൾ സഞ്ജു പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടിയ സമയത്ത് പറയുകയുണ്ടായി, ഇത് ശരിക്കും അവകാശപ്പെട്ടത് ജസ്പ്രീത് ബുംറയ്ക്കാണ്. കാരണം ഇതുപോലത്തെ ഒരു വിക്കറ്റിൽ ബോളെറിഞ്ഞ് പിടിച്ച് നിൽക്കാൻ അസാധ്യമായ കഴിവ് തന്നെ വേണം. അപ്പോൾ ബുംറ ഇന്ന് വഴങ്ങിയത് 4 ഓവറിൽ 33 റൺസ് മാത്രമാണ് വഴങ്ങിയത്. ഒരു വിക്കറ്റും നേടിയിട്ടുണ്ട്. 8.25 എക്കണോമിയിലാണ് ബുംറ എറിഞ്ഞത്. ബാക്കി എല്ലാ ബോളർമാരെയും തലങ്ങും വിലങ്ങും അടിച്ചിരുന്നു. ഇംഗ്ലണ്ടിൻ്റെയും അടിയിട്ടിരുന്നു, ഇന്ത്യയുടെയും അടിയിട്ടിരുന്നു. ടോട്ടൽ ഏകദേശം 500 റൺസോളമാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഇന്ന് സ്കോർ ചെയ്തത്. ഒരു സിക്സറുകളുടെയും ഫോറുകളുടെയും മഴയായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു കരുത്തുറ്റ ചേസിങ് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല, ഈ വലിയ ടോട്ടൽ ചേസിങ്. പക്ഷേ അവർ ചേസ് ചെയ്ത് 246/7 7 വിക്കറ്റിന് 246 എന്ന റൺസിൽ വരെ എത്തി അവർ തോൽവി അറിയുകയായിരുന്നു. നല്ലൊരു മാച്ചായിരുന്നു ഇന്ന് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സെമി ഫൈനൽ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്നത്. എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാൻ പറ്റിയ നിമിഷമാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു സഞ്ജു സാംസൺ അഗെയിൻ.